Hey Amigos, welcome back to Amigo Family. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടോണർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അമിഗോ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കനിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്നെ കാണാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ എന്താണ് ടോണർ എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് പറയാം, ചുരുക്കി പറയാം. ടോണർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിലുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോണർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫേസിന്റെ pH ലെവലും അതുപോലെ തന്നെ നമ്മളിപ്പോ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുള്ള pH ലെവൽ എന്ന് പറയുന്നത് രണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഫേസിൽ ആ ഒരു pH ലെവൽ, അതായത് നമ്മൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫേസിന്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഒരു ടോണർ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇത് കണ്ടോ, നമ്മൾ പല ടോണറും നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരിക്കും ഇല്ലേ. അതായത് നമ്മളിപ്പോ എന്ത് സംഭവം കൊണ്ടാണോ നമ്മൾ ടോണർ ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു കളർ ആ ടോണറിന് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളൊരു ടോണർ എന്ന് പറയുന്നത് നമുക്ക് അധികം നാള് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. ഇനി അഥവാ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ നമുക്കതൊരു മാക്സിമം ഒരു 1 വീക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷെ ഈ ഒരു ടോണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡിസ്റ്റിൽഡ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടോണറാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കേടാവാതെ ഒരു 4-5 മാസം വരെ നമുക്കിത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട യാതൊരു കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് നമ്മൾ സാധാരണ നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടോണർ പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്തത് നമ്മുടെ ഫേസിൽ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ടോണർ ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് നിങ്ങൾ പോയി ഓടിപ്പോയി കണ്ടിട്ട് വാ. ഓക്കെ, അപ്പം നമ്മൾ ആര്യവേപ്പ് വെച്ചിട്ടുള്ള ടോണറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ടോണറിന് ആവശ്യമായിട്ടുള്ള ആര്യവേപ്പ് ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പുഴുവോ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇട്ടുകാലി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാനിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും ഈ ഒരു വേപ്പിലൊക്കെ എടുക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ എന്തെങ്കിലും പഴയ ഒരു പാത്രമാണ് എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അതിൻ്റെ ആ ഒരു കയ്പൊക്കെ നിൽക്കും കേട്ടോ പാത്രത്തിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഞാനിങ്ങനെ മുക്കി വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു പാത്രം വെക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രം കുറച്ച് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല മുകളിലിരിക്കുന്ന പാത്രത്തിനകത്തായിരിക്കും നമ്മുടെ ഈ ഒരു ടോണർ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിട്ടിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഇല ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാനായിട്ട് മാത്രമേ നമ്മൾ ആ ഒരു വെള്ളം നമ്മൾ എടുക്കുന്നുള്ളൂ. അതായത് നിറച്ചൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ ആ ഒരു അളവ് എത്രത്തോളം ഉണ്ടെന്ന് വെള്ളത്തിൻ്റെ. അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു പിടിയുള്ള ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ ഇത് മൂടി വെക്കുവാണ് കേട്ടോ. അതായത് കൃത്യം സെൻറ്ററിലായിട്ട് വേണം നമ്മുടെ ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു പാത്രം ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു അടപ്പ് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഒരു നീരാവിയെല്ലാം ആ പാത്രത്തിലോട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിധത്തിലാണോ നമ്മൾ വെച്ചിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യും കൂടി വേണം. ഞാൻ കുറേ ഐസ് ഇതിന് വേണ്ടിയിട്ട് മാത്രം വേറെ പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് കുറേയേറെ ഐസിൻ്റെ യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി. ഐസ് ക്യൂബ്സ് ആയിട്ട് ചെറിയ ഐസ് ക്യൂബ്സ് ആണെങ്കിൽ അത് കുറേ വേണം. ഇതാകുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ 1-2 വലിയ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് കുറേ നേരം എടുത്തിട്ട് ഇങ്ങനെ തണുത്ത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഉള്ളിൽ, അതായത് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ടോണർ കളക്ട് ആകും. ഇപ്പോഴത്തേക്കിനും ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുള്ള ടോണറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ താഴെ കിടക്കുന്ന ആ ഒരു ഇലയൊക്കെ കണ്ടത് അതെല്ലാം നന്നായിട്ട് വാടി അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ ഒരു നീരാവിയിൽ, അതായത് നീരാവി തണുത്ത് വന്നിട്ടുള്ള ആ ഒരു ടോണറിൽ എല്ലാം നമുക്ക് ആ ഒരു ഗുണം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ടോണർ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. കറ്റർവാഴയോ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ തുളസി എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ജാസ്മിൻ ഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് നേരിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു വെക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു പാത്രത്തിൽ നിന്ന് ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ നേരിട്ട് ഈ ഒരു സ്പ്രേ ബോട്ടിലോട്ട് പകർത്തുമ്പോഴത്തേക്കിനും കുറേ താഴെ പോവും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഒരു ഗ്ലാസ്സിനകത്തോട്ട് നമ്മൾ ഒഴിച്ചിട്ട് ഈ ഒരു സ്പ്രേ ബോട്ടിനകത്തോട്ട് ഇങ്ങനെ നമുക്ക് ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രേ ബോട്ടിൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനും സാധിക്കുമല്ലോ. മാത്രമല്ല എപ്പോഴും ഉണ്ടാക്കുകയും വേണ്ട, ഇത് തീരുമ്പോഴത്തേക്കിനും അടുത്തും ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ടോണർ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ഇതായിട്ടാണ് നല്ല ഒരു വെള്ളം
നല്ല വെള്ളം നിറച്ചവരുണ്ട് ഇല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും കേട്ടോ. ഞാൻ ഓർത്തില്ല ഇത്രയും കിട്ടുമെന്ന്, ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടുമെന്ന് ഓർത്തില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നല്ലൊരു അടിപൊളി ടോണർ കിട്ടിയേക്കുകയാണ്. കണ്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. അപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ടോണർ എങ്ങനെയാ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റിൽഡ് മെത്തേഡാണ്. അതായത് ആ ഒരു വേപ്പില ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കിനും അതിന്റെ നീരാവി ആ ഒരു നമ്മൾ മൂടി വെച്ച ഒരു അടപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ വന്ന് ഇങ്ങനെ നീരാവി പറ്റി പിടിക്കും. അപ്പൊ ആ ഒരു നീരാവിനെ നമ്മൾ തണുപ്പിച്ചിട്ട്, അതായത് നമ്മൾ ഐസ് കട്ട മേളിൽ നമ്മളിങ്ങനെ വെക്കത്തില്ലേ, അപ്പൊ ആ ഒരു ഐസ് കൊണ്ട് ആ ഒരു നീരാവി തണുത്തിട്ട് അത് ആ ഒരു അകത്തിരിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതായത് ഒരു ഗ്ലാസ് പോലത്തെ പാത്രം, അതിലേക്ക് വന്ന് ആ നീരാവി തണുത്ത് അതാണ് വന്ന് നമുക്ക് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ശരിക്കുള്ള ടോണർ എന്ന് പറയുന്നത്. നമ്മൾ അതാണ് ഈ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടോണർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് സംഗതി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടോണർ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കറ്റാർവാഴ വെച്ചിട്ട് നമുക്ക് ടോണർ ഉണ്ടാക്കാൻ പറ്റും, തുളസി വെച്ചിട്ട് ടോണർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ എനിക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടോണർ ആണ് വേണ്ടെങ്കിൽ ഇപ്പം കറ്റാർവാഴയും വേപ്പിലയും വെച്ചിട്ടോ അല്ലെങ്കിൽ കറ്റാർവാഴയും തുളസിയും വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ടോണർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു വീഡിയോക്ക് എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.